മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്ക് എതിരായ പ്രവർത്തനമാണെന്നും ഇന്ത്യൻ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും സർക്കാർ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം FIR ഇട്ടത് മനുഷ്യക്കടത്തിന്റെ പേരിലാണ്. പിന്നീട് മതപരിവർത്തന കുറ്റം കൂട്ടിച്ചേർക്കുകയായിരുന്നു. ക്രിമിനൽ കുറ്റം ചുമത്തി അവർ കന്യാസ്ത്രീകളെ ജയിലിലാക്കിയിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അതൊരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചത് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണ്. അതുകൊണ്ട് വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും മന്ത്രിമാരെയും MP-മാരെയുമെല്ലാം ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്, ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ക്രിസ്ത്യൻ മതത്തെ ഇപ്പോഴും വിദേശ മതമായാണ് കാണുന്നതെന്നും ഇന്ത്യയിൽ ഈ മതത്തിന് 2000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിനു മുൻപ് തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമുണ്ട്. രാഷ്ട്ര നിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള മതമാണിത്. വിദ്യാഭ്യാസ കാര്യത്തിലും ആതുര ശുശ്രൂഷയിലുമെല്ലാം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗികളെയടക്കം ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ് കന്യാസ്ത്രീകൾ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നില്ല, പക്ഷേ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. നേരത്തെ ജബൽപൂരിൽ ഒരു വൈദികനെ ആക്രമിച്ച സംഭവമുണ്ടായി. നമുക്ക് സഹായം തേടാനാവുക സർക്കാരിനോട് തന്നെയാണ്. ഭാരതം ആര് ഭരിച്ചാലും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. കേരളത്തിൽ നിന്നുള്ള MP-മാർ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് നന്ദിയുണ്ട്. കേരളത്തിൽ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് മണിപ്പൂരും ഛത്തീസ്ഗഡിലും മറ്റ് സ്ഥലങ്ങളിലും ആക്രമണവും നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിനു കാരണം ഇത്തരം സംഭവങ്ങളാണ്, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.